നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള IPLലെ നിർണായക മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ബാറ്റിംഗ് പ്രകടനത്തിനെതിരെ വൻ വിമർശനമാണ് ഉയർന്നുവരുന്നത്. ചെപ്പോക്കിൽ നടന്ന കളിയിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുക്കപ്പെട്ട റോയൽസ് തുടക്കം മുതൽ റൺസ് കണ്ടെത്താൻ പാടുപെടുന്നതാണ് കണ്ടത്. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സഞ്ജു സാംസണിന്റെയും ടീമിന്റെയും ബാറ്റിംഗ് സമീപനത്തിൽ ആരാധകർ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 15 ഓവർ കഴിഞ്ഞപ്പോൾ പോലും റോയൽസ് ടീമിന്റെ സ്കോർ ബോർഡിൽ 100 റൺസ് തികഞ്ഞിരുന്നില്ല. ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു തണുപ്പൻ സമീപനം ഈ കളിയിൽ റോയൽസ് ടീം സ്വീകരിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇത് ഒത്തുകളിയാണോ എന്ന് പോലും സംശയിക്കുന്നതായി ഒരു വിഭാഗം ക്രിക്കറ്റ് പ്രേമികൾ തുറന്നടിക്കുകയും ചെയ്തു. ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ഈ മത്സരം തീർച്ചയായും ഒത്തുകളി തന്നെയാണ്. CSK ഇത്തവണയും പ്ലേ ഓഫിൽ വേണമെന്നാണ് വാതുവയ്പ്പുകാർ ആഗ്രഹിക്കുന്നത്. ഈ മത്സരത്തിൽ റോയൽസ് ടീമിന്റെ ബാറ്റിംഗ് പ്രകടനം കാണുമ്പോൾ ഈ സംശയമാണ് ഉയരുന്നതെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. സീസണിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലൊന്നും കണ്ട റോയൽസിനെയല്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കണ്ടത്. റോയൽസ് ടീമിലെ കളിക്കാരുടെയും ടീമുടമ മനോജ് ബദാലെ, കോച്ച് കുമാർ സംഗക്കാര എന്നിവരുടെയെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം. CSKക്കെതിരെ കളി തോറ്റുകൊടുക്കാൻ എല്ലാവർക്കും എത്ര പണം ലഭിച്ചുവെന്നത് അന്വേഷിക്കണമെന്നും ആരാധകർ ആഞ്ഞടിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചാൽ പ്ലേ ഓഫിലെത്താമെന്ന സാഹചര്യത്തിൽ ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ഈ കളിയിൽ വിജയം ആഗ്രഹിച്ചില്ലെന്നു സംശയിക്കേണ്ടിവരും. അത്രയും സ്ലോ ബാറ്റിംഗാണ് അവർ ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ അവസാനം വരെ കാഴ്ചവെച്ചത്. റോയൽസ് ബാറ്റിംഗ് നിരയിൽ ഒരാൾ പോലും ആക്രമണോത്സുകതയോടെ ബാറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. പുറത്താവാതെ 47 റൺസെടുത്തെറിയാൻ പരാഗാണ് റോയൽസിന്റെ മാനം കാത്തത്. 35 ബോളുകൾ നേരിട്ട താരം 1 4ഉം 3 6ഉം അടിച്ചു. 2 തവണ പുറത്താവലിൽ നിന്നും രക്ഷപ്പെട്ട ശേഷമാണ് പരാഗ് ഈ സ്കോറിലെത്തിയത്. മഹീഷ് തീക്ഷണയും സമീറ്റ് സ്വിയും പരാഗിന്റെ ക്യാച്ച് താഴെയിടുകയായിരുന്നു. എന്നാൽ ഈ ഒത്തുകളി വിവാദം അനാവശ്യവും വെറും ഊഹാപോഹവും മാത്രമാണ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ടീമിന്റെ കണക്കുകൂട്ടലുകൾ ചെപ്പോക്കിലെ സ്ലോപിച്ച് തെറ്റിച്ചതാണ് യഥാർത്ഥ തോൽവിക്ക് കാരണമെന്ന് രാജസ്ഥാൻ ടീമും ക്യാപ്റ്റൻ സഞ്ജുവും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും നന്ദി.